ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയിലെ യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1ൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലർ. അതിൽ ഒരു ടോപ്പിക്കായിരുന്നു പഠിക്കുന്നത്, ഡെഫിനിഷൻ ഓഫ് കൗൺസിലിംഗ്. അപ്പോൾ കൗൺസിലിംഗ് എന്താണെന്ന് നമുക്കറിയാം. കൗൺസിലിംഗ് എന്താണ്? ഒരു പ്രൊഫഷനാണ്. ഓക്കെ, കൗൺസിലിംഗ് ഈസ് എ പ്രൊഫഷൻ, ഒരു തൊഴിലാണ്. പിന്നെ കൗൺസിലിംഗ് എന്താ ചെയ്യുന്നത്? കൗൺസിലിംഗ് അതായത് നമ്മൾ പലരെ എഡ്യൂക്കേഷണലായിട്ടും അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ നമ്മൾ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഏതൊക്കെ മേഖലകളാണ് ഡീൽ ചെയ്യുന്നത്? വെസ്പ് എന്നുള്ള ഒരു ഷോർട്ട് ഫോമിലാണ് അത് പഠിച്ചിരിക്കുന്നത്. വെസ്പ് എന്ന് വെച്ചാൽ വി എന്ന് വെച്ചാൽ വൊക്കേഷണൽ. വൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് അക്കോർഡിങ് എന്തെങ്കിലും റിലേറ്റഡ് ടു സ്കില്ലാണ് വൊക്കേഷണൽ എന്ന് പറയുന്നത്. റിലേറ്റഡ് ടു സ്കില്ല്. പിന്നെ ഇ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ. എഡ്യൂക്കേഷൻ വെച്ചാൽ ഓക്കെ, ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞു, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ +2 കഴിഞ്ഞു, എന്ത് ചെയ്യണം, കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിന് ചേരുന്നു, അപ്പോഴും കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അപ്പം അതാണ് എഡ്യൂക്കേഷണൽ. എസ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യലാണ്. അപ്പോൾ സോഷ്യലി ഒരാൾക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ എങ്ങനെയാണ്. അപ്പം പലർക്കും പല പ്രോബ്ലംസ് നേടുന്നവരായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നാണ് ഈ സോഷ്യൽ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പേഴ്സണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഡിപ്രഷൻ ഉള്ളവരുണ്ട്, ആങ്സൈറ്റി ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ അതായത് സെൽഫ് ഗ്രോത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിനൊക്കെ കൗൺസിലിംഗ് ഉപയോഗിക്കാറുണ്ട്. അപ്പം കൗൺസിലിങ്ങിൻ്റെ ഒരു മേഖലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വെസ്പ് എന്ന് പഠിച്ചാൽ മതി. വെസ്പാന്നുള്ളൊരു വണ്ടിയുടെ പേരാണ്, അത് ഓർത്തിരിക്കുക, വെസ്പ്. ഇതുപോലെ നമുക്ക് പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഫോമൊക്കെ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ കൗൺസിലിംഗ് ഞാൻ ലാസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇൻസൈറ്റ് ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ്. ഇൻസൈറ്റ് ഉള്ളവർക്ക്, അതായത് എനിക്കറിയാം എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്, അതായത് എനിക്ക് ഒരു ബോധവും ഇല്ല, എനിക്കറിയത്തില്ല എൻ്റെ പേര് പോലും, അങ്ങനെയുള്ളവർക്ക് കൗൺസിലിംഗ് ശരിയാകത്തില്ല. അപ്പം ഇൻസൈറ്റ് ഉള്ളവർക്ക്, അതായത് ഒരു നോർമൽ റേഞ്ച് ഉള്ളവർക്ക് മാത്രമേ ഒരു എന്താ പറയുന്നത് കൗൺസിലിംഗ് ശരിയാകത്തുള്ളൂ. അപ്പം അതാണ് അടുത്ത പോയിൻ്റ്. ഇതാണ് മെയിൻ പോയിൻറ്റ്സൊക്കെ. ഇനി അടുത്തത് ഈ ഒരു ഡെഫിനിഷനിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഈ കൗൺസിലിങ്ങിനൊരു ബേസ്ഡ് ഓൺ തിയറിയാണ്. കുറേ തിയറീസ് ഉണ്ട് കൗൺസിലിങ്ങിന്. സൈക്കോ അനാലിസിസ് തിയറി, CBT, അങ്ങനെ കുറേ തിയറീസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും കൗൺസിലിംഗ് ചെയ്യുന്നതിന്. അപ്പോൾ ഇതൊക്കെയാണ് ഡെഫിനിഷൻ ഓഫ് കൗൺസിലിങ്ങിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കാവുന്നത്. അപ്പം ഈ കൗൺസിലിംഗ് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ 10 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പം ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അപ്പം അടുത്തത് കൗൺസിലിംഗ് എന്താണെന്നുള്ളൊരു നല്ലൊരു ഡെഫിനിഷനുണ്ട്, അത് ഞാൻ വായിക്കാവേ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ലിസൺ ആൻഡ് റെസ്പോണ്ട് ഇൻ എ വേ that will help others solve their own problems and attain their potential. അതായത് ഇറ്റ്സ് എബിലിറ്റി ടു ലിസൺ. കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്താ? ശരിക്കും നമ്മൾ ഒരാൾ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുകയാണ്, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. ലിസണിങ് സ്കില്ല് കൗൺസിലിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലിസൺ ചെയ്താൽ മാത്രം പോരാ, റെസ്പോണ്ട് ചെയ്യണം. എപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു റെസ്പോണ്ട് ചെയ്യുന്ന പോലെയല്ല, കൗൺസിലിങ്ങിൻ്റെ റെസ്പോണ്ട് രീതി എങ്ങനെയാണ്? ആ ഒരു ക്ലയൻറ്റിൻ്റെ പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കാം, അതായത് അവരുടെ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഷൂവിൽ നിന്നുകൊണ്ട്, അവരുടെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളതിനെ സോൾവ് ചെയ്ത് കൊടുക്കുക. അതങ്ങനെ പറയുമ്പോൾ അതൊരു ആർട്ടാണ്. ഈ കൗൺസിലിംഗ് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു എന്താ പറയുന്നത്, ഒരു സ്പെഷ്യൽ ഒരു കഴിവ് വേണമെന്ന്, സ്പെഷ്യൽ എബിലിറ്റിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ലിസൺ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇറ്റ്സ് ആൻ ആർട്ടാണ്. പിന്നെ അത് എന്താ ചെയ്യേണ്ടത്? സ്കിൽഫുള്ളിയാണ് ചെയ്യേണ്ടത്.
സ്കിൽഫുള്ളി നമ്മളത് ചെയ്യേണ്ടതാണ്. അതായത് എന്താണ് ഈ സ്കിൽഫുള്ളി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ക്ലയൻറ്റിൻ്റെ വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ അതായത് അവരുടെ ബിലീഫ്സോ അല്ലെങ്കിൽ അവരുടെ വാല്യൂസിനെ ഒന്നും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാതെ നമ്മുടെ വാല്യൂസോ നമ്മുടെ ബിലീഫ്സോ അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കാതെ അവരുടെ വാല്യൂസിനെ അവരുടെ ബിലീഫ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക. അതാണ് ഈ സ്കിൽഫുള്ളി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പം കൗൺസിലിംഗ് എന്ന് പറയുന്നത് ലിസണിങ് ആൻഡ് റെസ്പോണ്ടിങ് ആണ്. ഇറ്റ്സ് എൻ ആർട്ടാണ്. അത് സ്കിൽഫുള്ളി നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ കൗൺസിലിങ്ങിൽ ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത് ബിസ്വാല എന്ന് പറയുന്ന ആൾ ബിസ്വാല ആണ് ടെക്സ്റ്റിൽ. ബിസ്വാല 1996 പറയുന്നുണ്ട്, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് ആൻ ഇൻഡിവിജ്വൽ to accept and to use information and advice so that he or she can either solve his or her present problems or cope with it successfully. Counseling depends heavily on information. അതായത് ബിസ്വാല പറയുന്നത് നമ്മൾ ഈ കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് ആണ്, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ. എന്തിന്? ടു ആക്സെപ്റ്റ് ആൻഡ് ടു യൂസ് ഇൻഫർമേഷൻ ആൻഡ് അഡ്വൈസ്. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനും അഡ്വൈസും അവരെ അക്സെപ്റ്റ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ പ്രസൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ബിസ്വാല ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് ഈ ഒരു ഡെഫിനിഷൻ എഴുതിയാലും മതി. ഡിഫൈൻ കൗൺസിലിംഗ് എന്ന് ചോദിക്കുമ്പോൾ ബിസ്വാലയുടെ എഴുതിയാൽ മതി. അതേപോലെ ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി അതിൻ്റെയും പിന്നെ അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ അതൊക്കെയും ഓരോരോ ഡെഫിനേഷൻസ് തരുന്നുണ്ട്. അതായത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു സെറ്റിങ്സ്, ഒരു റൂമിനുള്ളിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അതായത് ഫേസ് ടു ഫേസ് നമ്മൾ ആ ഒരു ക്ലയൻറ്റിനെ കണ്ടുകൊണ്ട് ചെയ്യേണ്ടതാണ്. അതായത് അവരുടെ ഡിഫിക്കൽട്ടി അറിഞ്ഞിട്ട് അവരുടെ ഡിസ്ട്രെസ് എന്താണ്, അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ എന്താണ് ലൈഫിൽ, അതൊക്കെ നമ്മൾ അവരോട് സംസാരിച്ച് അവരെ ലിസൺ ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവരിൽ നിന്ന് തന്നെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക. അപ്പോൾ ഇതിൽ ബിസ്വാലയുടെ ഡെഫിനിഷനും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കൗൺസിലിംഗ് ഈസ് എ പ്രൊഫഷൻ, അത് എഴുതിയാൽ മതിയാകും. ഇപ്പം വാട്ട് ഈസ് കൗൺസിലിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണ്, ഡിഫൈൻ കൗൺസിലിംഗ് അങ്ങനെ ചോദിക്കുകയാണെങ്കിലും, പിന്നെ ഈ കൗൺസിലിംഗ് സൈക്കോളജി സംബന്ധിച്ച് ഏതൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ 10 മാർക്സിൻ്റെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ എഴുതിയാൽ മതിയാകും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ചെറിയ ടോപ്പിക്കായിട്ടാണ് ഇപ്പം പറയുന്നത്. കാരണം പഠിക്കുമ്പം കുറച്ച് സിമ്പിളായിട്ട് മനസ്സിലായി പഠിക്കണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.